In today's video, we'll be looking at functions. So if you look at the definition of a function, you can say that a function is a block of organized, reusable code that is used to perform a single related action. അതായത് നിങ്ങളുടെ പ്രോഗ്രാമിൽ ഏതെങ്കിലും ഒരു ടാസ്ക് നമുക്ക് ചെയ്യാനായിട്ട് അതായത് ഒരു സിംഗിൾ ടാസ്ക് ചെയ്യാനായിട്ട് you can create some lines of code and our lines of code will be separate from the main program so that section of code or that block can be called any number of times depending on your need. So functions നമ്മൾ ഉപയോഗിക്കുന്നത് is for better modularity as well as for a higher degree of code reusability. So the advantage of functions എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോഗ്രാമിൽ ഓരോ ടാസ്കിനും വേണ്ടിയിട്ട് you can create small sections in your program so that it becomes much more easier to read. അതുപോലെ തന്നെ ഈ ഒരു കോഡ് നിങ്ങൾ ഫംഗ്ഷൻ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ആ കോഡ് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. Whenever you need to execute that task, നമുക്ക് ആ ഫംഗ്ഷനെ കോൾ ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ you can also pass data into a function, which means that ഓരോ വട്ടം നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡേറ്റ ഇൻപുട്ട് ആയിട്ട് പാസ് ചെയ്യാം. ആൻഡ് ആ ഡേറ്റ ആയിരിക്കും ഫംഗ്ഷൻ പ്രോസസ്സ് ചെയ്തിട്ട് റിസൾട്ട് ആയിട്ട് റിട്ടേൺ ചെയ്യും. So we've already seen some functions in your Python programs. നമ്മൾ മുമ്പ് എഴുതിയിട്ടുള്ള പ്രോഗ്രാംസിൽ തന്നെ നമ്മൾ ഇൻപുട്ട് എന്നും പ്രിന്റ് എന്നും റേഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. So those are all built-in functions because they already exist with the Python library. മുമ്പ് തന്നെ പൈത്തണിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻസ് ആണ് ഈ പറയുന്ന ഫംഗ്ഷൻസ് എല്ലാം. ഇതിന് പുറമേ ഒരുപാട് ഫംഗ്ഷൻസ് അവൈലബിൾ ആണ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ്. ഇത് കൂടാതെ നമ്മുടെ പ്രോഗ്രാമറിനോ അല്ലെങ്കിൽ നമുക്കോ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാസ്കിന് വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ we can also write our own functions and these functions will be called user defined functions. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സിൻടാക്സ് നോക്കുകയാണെങ്കിൽ it is much more simpler compared to C or C++ or any other programming language. നമ്മൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ the first thing that we write is the def keyword. അതായത് ഫംഗ്ഷൻ ഡെഫിനിഷൻ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി def എന്ന് പറയുന്ന കീവേഡ് ആയിരിക്കും നമ്മൾ ആദ്യം ഉപയോഗിക്കുക. Followed by that keyword we give the function name and then brackets. Parenthesis എന്ന് പറയുന്നത് നിങ്ങളുടെ റൗണ്ട് ബ്രാക്കറ്റ്സ് ആണ്. അപ്പോൾ ഫംഗ്ഷന്റെ പേര് കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ ഐഡന്റിഫയേഴ്സിന്റെ നെയിമിംഗ് കൺവെൻഷൻസ് തന്നെയായിരിക്കും ഫംഗ്ഷൻ നെയിമിംഗിലും ഫോളോ ചെയ്യുക. Which means your function can have characters, numbers and underscores. Function name should start with a character or an underscore and special characters നമ്മുടെ ഫംഗ്ഷൻസിൽ ഉണ്ടാവാൻ പാടില്ല. നോർമൽ നെയിമിംഗ് കൺവെൻഷൻസ് തന്നെയായിരിക്കും ഫംഗ്ഷൻ നെയിമിംഗിൽ നമ്മൾ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഫംഗ്ഷനിൽ പാരാമീറ്റേഴ്സ് എടുക്കുന്നുണ്ടെങ്കിൽ ആർഗ്യുമെന്റ്സ് എടുക്കുന്നുണ്ടെങ്കിൽ those arguments must be given within these parentheses. ആൻഡ് ഫംഗ്ഷൻ നമ്മൾ ഹെഡിങ് കൊടുത്തു കഴിയുമ്പോൾ അതായത് def ഫംഗ്ഷൻ നെയിം ബ്രാക്കറ്റ്സ് അത്രയും കൊടുത്തു കഴിയുമ്പോൾ you have to give a colon to mark the end of the function header. കോളൻ കഴിഞ്ഞ് പിന്നെ നിങ്ങൾ എഴുതുന്നത് നിങ്ങളുടെ ഫംഗ്ഷൻ ബോഡി ആയിരിക്കും, ജസ്റ്റ് ലൈക്ക് എൻ ഇഫ് സ്റ്റേറ്റ്മെന്റ് ഓർ എ ഫോർ ലൂപ്പ്. ഫംഗ്ഷൻ്റെ അകത്തത്തെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഡോഗ് സ്ട്രിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതൊരു ഓപ്ഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ്സ് ബേസിക്കലി എ കമന്റ് ദാറ്റ് വി ക്യാൻ യൂസ് ടു ഡിസ്ക്രൈബ് ദ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതാണ് നിങ്ങളുടെ ഡോഗ് സ്ട്രിംഗ് എന്ന് പറയുന്നത്. അത് ഓപ്ഷണൽ ആണ്, ബട്ട് ഇറ്റ്സ് എ ഗുഡ് കൺവെൻഷൻ ടു ആഡ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ്. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ സ്റ്റാർട്ട് റൈറ്റിംഗ് യുവർ ഫംഗ്ഷൻ ബോഡി. അതായത് നിങ്ങളുടെ ഫംഗ്ഷൻ്റെ അകത്ത് വരുന്ന എല്ലാ കോഡും ഇൻഡന്റേഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഫംഗ്ഷൻ ബോഡിക്കകത്ത് എഴുതുക. നമ്മൾ ഫോർ ലൂപ്പിൻ്റെ അകത്ത് എഴുതുന്ന പോലെ തന്നെ ഫംഗ്ഷൻ്റെ അകത്ത് വരുന്ന ആ ഒരു ബ്ലോക്കും 4 സ്പേസ് ഇൻഡന്റേഷനോടുകൂടി അകത്തേക്കായിരിക്കും നിങ്ങൾ എഴുതുക. 4 സ്പേസ് എന്ന് പറയുന്നത് ഓപ്ഷണൽ ആണ്, but you have to make sure that all of these statements have the same indentation level. നിങ്ങളുടെ ഫംഗ്ഷൻ എന്തെങ്കിലും വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ you have to give the return statement as well. Return statementന്റെ സിൻടാക്സ് എങ്ങനെയായിരിക്കും? return space whatever value you are returning from the function. So if you look at the syntax, you will start with the def keyword. പിന്നെ നമ്മൾ ഫംഗ്ഷൻ നെയിം കൊടുക്കും. ബ്രാക്കറ്റ്സിന്റെ അകത്ത് we give any parameters that you want. എന്തെങ്കിലും പാരാമീറ്റേഴ്സ് നമ്മൾ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ബ്രാക്കറ്റ്സിന്റെ അകത്തായിരിക്കും മെൻഷൻ ചെയ്യുക. And then you have the colon. ഫംഗ്ഷൻ ബോഡിയിൽ you have to follow that indentation. ബോഡിയിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഡോഗ് സ്ട്രിംഗ് ആയിരിക്കും. അതായത് നിങ്ങളുടെ ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിരിക്കും ഇവിടെ കൊടുക്കുക. This is optional, but it is a good condition to add that. അത് കഴിഞ്ഞാൽ you can give the body of your function. അതായത് ഈ ഫംഗ്ഷന്റെ അകത്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ട എല്ലാ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സും നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. And after that you can give your return statement if you want. For example നോക്കുകയാണെങ്കിൽ you can see this is a function to print a string. Okay, so def എന്ന് പറഞ്ഞ keyword നമ്മൾ കൊടുക്കുകയാണ്. Then you have the print me, which is the function name, and then inside the parenthesis I am giving one parameter. ഒരു പാരാമീറ്റർ ആണ് ഞാൻ പാസ് ചെയ്യുന്നത് called str. ഫംഗ്ഷന്റെ അകത്ത് I have given
a doc string just to explain what the function is. അപ്പോൾ ഈ ഫംഗ്ഷൻ നമ്മൾ പാസ് ചെയ്യുന്ന സ്ട്രിങ് പ്രിന്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് my doc string will say the same, print the given string. അപ്പോൾ doc stringന്റെ അകത്ത് എന്ത് എഴുതണം എന്നുള്ളത് നമ്മളുടെ ഇഷ്ടമാണ്. It is just a description of your function. After that I'm giving the function body. ഈ കേസിൽ എൻ്റെ ഫംഗ്ഷൻ ബോഡിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ, which is to print str. അതായത് നിങ്ങളുടെ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്തിട്ടുള്ള പാരാമീറ്റർ ഞാൻ പ്രിന്റ് ചെയ്യാണ്, വേറെ ഒന്നും എൻ്റെ ഫംഗ്ഷൻ ചെയ്യുന്നില്ല. And then I am returning from the function. ഈ ഒരു കേസിൽ I am not returning any value, ഞാൻ just control return ചെയ്യാണ്, which means that എൻ്റെ ഫംഗ്ഷൻ കഴിഞ്ഞു. അപ്പോൾ വാല്യൂ ഒന്നും ഇല്ലെങ്കിൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടത് ഓപ്ഷണൽ ആണ്. എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ we can give it as return space that value. അപ്പോൾ ഇനി ഫംഗ്ഷൻ നമ്മൾ ഡെഫിനിഷൻ കണ്ടു. Now we look at how to call the function. അപ്പോൾ ഡിഫൈനിങ് എന്ന് പറയുന്നത് is just to give a name to that block of code. അതായത് ഈ കോഡിന്റെ പേര് പ്രിന്റ് മീ എന്നാണ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ മാത്രമാണ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഈ ഫംഗ്ഷൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ യു ഹാവ് ടു കോൾ ഇറ്റ് ഫ്രം സം അതർ ലൊക്കേഷൻ ഇൻ യുവർ പ്രോഗ്രാം. സോ അങ്ങനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വി യൂസ് ദ ഫംഗ്ഷൻ നെയിം ഫോളോഡ് ബൈ ദ പാരാന്തസിസ്. എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ ആ ആർഗ്യുമെന്റ്സും നമ്മൾ ഈ പാരാന്തസിസിന്റെ ഉള്ളിൽ പാസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻപുട്ട് മെത്തേഡും അതുപോലെ പ്രിന്റ് മെത്തേഡൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ പ്രിന്റ് മെത്തേഡ് നമ്മൾ കോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? വി ഗിവ് പ്രിന്റ് ആൻഡ് ബ്രാക്കറ്റ്സിന്റെ അകത്ത് വി ഗിവ് ദ മെസ്സേജ് ടു ബി പ്രിന്റഡ്. അപ്പോൾ ദാറ്റ് ഈസ് യുവർ ഫംഗ്ഷൻ കോൾ. നമ്മളൊരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എഴുതി കഴിഞ്ഞാൽ ബേസിക്കലി വി ആർ കോളിംഗ് ദ പ്രിന്റ് ഫംഗ്ഷൻ വിത്ത് എ പാരാമീറ്റർ വിച്ച് ഇസ് ആർ മെസ്സേജ് ടു ബി പ്രിന്റഡ്. അതുപോലെ തന്നെയായിരിക്കും യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസും നമ്മൾ കോൾ ചെയ്യുക. Now one thing to note is that the difference between a parameter and argument, the difference is that the parameter is the value inside the parenthesis in the function definition. അതായത് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ def function name ബ്രാക്കറ്റ്സിൽ പാരാമീറ്റർ ഞാൻ കൊടുക്കുകയാണ്, and that value or that variable is called the parameter. നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വാല്യൂ, ആ വാല്യൂ ആണ് പാരാമീറ്ററിലേക്ക് കൊടുക്കുന്നത്. That value is called the argument. അത്ര മാത്രമേ ഇതിൽ നമ്മൾ ഡിഫറൻസ് ഉള്ളൂ. അതായത് ഫംഗ്ഷൻ ഡെഫിനിഷനിൽ നമ്മൾ പറയുന്ന വേരിയബിൾ ഇസ് എ പാരാമീറ്റർ ആൻഡ് ഫംഗ്ഷൻ കോളിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ വിച്ച് ഇസ് ദി ആക്ച്വൽ വാല്യൂ വിച്ച് വിൽ ബി സെൻഡ് ടു ദ ഫംഗ്ഷൻ, ദാറ്റ് വാല്യൂ ഇസ് കോൾഡ് ആൻ ആർഗ്യുമെന്റ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ കോളിന്റെ എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഹിയർ അഗൈൻ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഫംഗ്ഷൻ തന്നെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഐ ഹാവ് def print me. അതിൽ ഒരു പാരാമീറ്റർ ആണ് ഞാൻ എടുക്കുന്നത് which is str. doc string ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് inside my function body ഞാൻ print str എന്ന് പറയാണ് and then I am returning. This is my function definition. അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് വട്ടം ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ഫംഗ്ഷൻ കോളിൽ I have written print me and the argument I am passing is calling with first sentence. The second time ഞാൻ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ I am writing it as print me second call to same function. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ str എന്ന് പറയുന്നത് ഫംഗ്ഷന്റെ പാരാമീറ്റർ ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ കോളിൽ കോളിംഗ് വിത്ത് ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ് ആണ്. അത്ര മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ഈ ഫംഗ്ഷൻ കോൾ ഞാൻ ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ദിസ് സെന്റൻസ് കോളിംഗ് വിത്ത് ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്ന ഈ സ്ട്രിംഗ് str-ലേക്ക് അസൈൻ ആവും ആൻഡ് ദെൻ ദ ഫംഗ്ഷൻ വിൽ ബി എക്സിക്യൂട്ടഡ്. സോ print me-യുടെ അകത്ത് ഐ എം basically saying print calling with first sentence. So my output will have calling with first sentence is the first statement in output. രണ്ടാമത്തെ വട്ടം ഞാൻ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ സെക്കൻഡ് കോൾ ടു സെയിം ഫംഗ്ഷൻ എന്നുള്ളതാണ് എൻ്റെ ആർഗ്യുമെന്റ് ആയിട്ട് വരുന്നത്. ആ ആർഗ്യുമെന്റ് ആയിരിക്കും str-ലേക്ക് പാസ് ആവുക and then I am saying print of str which means print second call to same function and that will be my second statement in the output. ഇങ്ങനെയായിരിക്കും നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതും അതുപോലെ കോൾ ചെയ്യുന്നതും. Now when you talk about the return statement, നമ്മൾ ഓൾറെഡി പറഞ്ഞു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് രണ്ട് ഉപയോഗമാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഇറ്റ് ഇസ് ടു എൻഡ് ദി എക്സിക്യൂഷൻ ഓഫ് ദി ഫംഗ്ഷൻ കോൾ. അതായത് ഫംഗ്ഷൻ എക്സിക്യൂഷൻ കഴിഞ്ഞു എന്ന് സൂചിപ്പിച്ച് ഗോയിങ് ബാക്ക് ടു ദ കോളർ. അതാണ് നമ്മുടെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ഉദ്ദേശം. ദ സെക്കൻഡ് തിങ് ഇസ് ടു ആക്ച്വലി റിട്ടേൺ സം റിസൾട്ട് ടു ദ കോളർ. എന്തെങ്കിലും ഒരു വാല്യൂ നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വാല്യൂ കോളറിലേക്ക് കൊടുക്കുന്നതാണ് യുവർ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഓർ സെക്കൻഡ് പർപ്പസ്. സോ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷന്റെ അടിയിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ നോട്ട് ബി എക്സിക്യൂട്ടഡ്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഫംഗ്ഷനിൽ യുവർ സെക്കൻഡ് ലൈൻ ഓഫ് കോഡ് സെസ് റിട്ടേൺ സംതിങ്. Third and fourth line will not be executed because the function has already returned its control.
റിട്ടേൺ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ വാല്യൂസ് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ then a special value called none is returned. അപ്പോൾ none എന്ന് പറയുന്നത് വേറൊന്നുമല്ല, it is a null value. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വാല്യൂ ഇല്ലാതെ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഇല്ലാതെ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ നൺ ആൻഡ് കൺട്രോൾ വിൽ ബി ഗിവൻ ബാക്ക് ടു ദ ഫംഗ്ഷൻ കോളർ. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഐ ഹവ് റിട്ടൺ എ ഫംഗ്ഷൻ ടു ആഡ് ടു നമ്പേഴ്സ്. അപ്പം ഫംഗ്ഷൻ ഡെഫിനിഷൻ ആസ് യൂഷ്വൽ DEF എന്ന് പറഞ്ഞ കീവേഡ് ഞാൻ കൊടുത്തിരിക്കുന്നു. പിന്നെ മൈ ഫംഗ്ഷൻ നെയിം ഇസ് ആഡ്. ഐ എം ടേക്കിംഗ് 2 പാരാമീറ്റേഴ്സ് A and B. ഫംഗ്ഷൻ ബോഡിക്കകത്ത് ഞാൻ ആദ്യം ഡോക് സ്ട്രിംഗ് എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ ഐ ഹാവ് ഓൺലി 1 ലൈൻ ഓഫ് കോഡ് വിച്ച് സേസ് റിട്ടേൺ A + B. അപ്പോൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ വാല്യൂ കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പ്രഷൻ കൊടുക്കാം, അല്ലെങ്കിൽ വാല്യൂ ഇല്ലാതെ കൊടുക്കാം. വാല്യൂ ഇല്ലാതെ കൊടുക്കുകയാണെങ്കിൽ നൺ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വാല്യൂ ആയിരിക്കും റിട്ടേൺ ആവുക. സോ ഈ കേസിൽ എനിവേ ഐ എം ആഡിങ് A and B and returning that sum to the caller. And in my main block I am writing res is equal to add of 2, 3. സോ ഇതാണ് എൻ്റെ ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത്. ഇവിടെ എൻ്റെ ആഡ് ഫംഗ്ഷൻ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് കൊണ്ട് ആ വാല്യൂവിനെ ക്യാച്ച് ചെയ്യാനായിട്ട് ഐ ഹാവ് ടു ഗിവ് എ വേരിയബിൾ. സാധാരണ കേസിൽ ഒന്നും റിട്ടേൺ ചെയ്യാത്ത ഫംഗ്ഷൻസ് ആണെങ്കിൽ എനിക്ക് അതിനെ ക്യാച്ച് ചെയ്യാനായിട്ട് ഒരു വേരിയബിൾ വെക്കേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ, നമ്മൾ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് വിളിക്കുമ്പോൾ യു ഡോണ്ട് ഹാവ് ടു ഗിവ് എനി വേരിയബിൾ. ഫോർ എക്സാമ്പിൾ x is equal to print എന്ന് ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ദ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഡസ് നോട്ട് റിട്ടേൺ എനിത്തിങ്. ഈ കേസിൽ എൻ്റെ ഫംഗ്ഷൻ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും എന്ന് എനിക്കറിയാം. അതായത് A + B എന്ന് പറയുന്ന ഒരു സം, ആ ഒരു വാല്യൂ എനിക്ക് റിട്ടേൺ ആവും എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ആ വാല്യൂവിനെ ക്യാച്ച് ചെയ്യാൻ ഐ ഹാവ് ടു ഗിവ് എ വേരിയബിൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഐ എം ഗിവിംഗ് res. അതുകൊണ്ടാണ് എൻ്റെ ഫംഗ്ഷൻ കോൾ ഇങ്ങനെയായിട്ടുള്ളത്, res is equal to add of 2, 3. അപ്പോൾ ഈ ഫംഗ്ഷൻ കോൾ എക്സിക്യൂട്ട് ആകുമ്പോൾ what will happen is that 2 will be passed to the parameter A. 2 എന്ന് പറയുന്നത് ആർഗ്യുമെന്റ് ആണ്, that will be passed to the parameter A. 3 എന്ന് പറയുന്ന ആർഗ്യുമെന്റ് will be passed to the parameter B. എന്നിട്ട് എൻ്റെ ഫംഗ്ഷൻ ആഡ് എക്സിക്യൂട്ട് ചെയ്യും. So the value of A will be 2 and the value of B will be 3. എന്നിട്ട് inside my function I am saying return A + B, which means return 2 + 3. അപ്പോൾ 2 + 3 5 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും ഈ ആഡ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക. അപ്പോൾ റിട്ടേൺ ചെയ്യുമ്പോൾ ഐ എം കമ്മിങ് ബാക്ക് ടു ദ കോളർ സ്റ്റേറ്റ്മെന്റ്. Basically it will your caller statement will now say res is equal to 5. അപ്പോൾ 5 എന്ന് പറയുന്ന വാല്യൂ, അതായത് 2 + 3 എന്ന് പറയുന്ന ആ ഫംഗ്ഷന്റെ റിസൾട്ട് ആയിരിക്കും res എന്ന് പറയുന്ന വേരിയബിളിന്റെ അകത്തേക്ക് ഞാൻ സ്റ്റോർ ചെയ്യുക. And then my last statement says print result of add function is format res, which means the output of this program will be result of add function is 5. We can also return multiple values from a function using the return statement. അതായത് മുമ്പത്തെ കേസിൽ നമ്മൾ ഒരു വാല്യൂ ആയിരുന്നു റിട്ടേൺ ചെയ്തിരുന്നത്, which was the sum of A and B. എനിക്കിപ്പോൾ ഒന്നിൽ കൂടുതൽ വാല്യൂസ് എൻ്റെ ഫംഗ്ഷനിൽ നിന്ന് റിട്ടേൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ that is also possible using my return statement. ഡേറ്റ സ്ട്രക്ചേഴ്സ് നമുക്ക് റിട്ടേൺ ചെയ്യാം. We have not talked about data structures. അത് നമുക്ക് വരുന്ന യൂണിറ്റ്സിലായിരിക്കും നമ്മൾ കാണാം. സോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾസോ റിട്ടേൺ ദോസ് കൈൻഡ് ഓഫ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഒരു സീക്വൻസോ അല്ലെങ്കിൽ ഡിക്ഷണറിയോ ഒരു സെറ്റ് ഓഫ് വാല്യൂസോ അല്ലെങ്കിൽ ഒരു ലിസ്റ്റോ നമുക്ക് റിട്ടേൺ ചെയ്യാം. ഇനി നമ്മൾ ക്ലാസ്സും ഒബ്ജക്ട്സും ഒക്കെ പഠിക്കുമ്പോൾ ഒബ്ജക്ട്സും നമുക്ക് ഫംഗ്ഷനിൽ നിന്ന് റിട്ടേൺ ചെയ്യാം. We'll talk about those in the later sessions. As of now, we'll talk about how to return multiple values. അതായത് ഒന്നിൽ കൂടുതൽ വാല്യൂസ്. ഫോർ എക്സാമ്പിൾ എനിക്കൊരു ഇൻറ്റിജറും ഒരു സ്ട്രിങ്ങും റിട്ടേൺ ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങും ഒരു ഫ്ലോട്ടും റിട്ടേൺ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ that is also possible using the return statement. ഈ എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ this is a program to return multiple statements from a method. My function definition is as usual. ഞാൻ def എന്ന് പറഞ്ഞ കീവേഡ് കൊടുക്കുന്നു. My function name is fun. എൻ്റെ പാരാന്തസിസിന്റെ അകത്ത് ഞാൻ പാരാമീറ്റേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല, which means that this function does not take any parameters. ഈ ഫംഗ്ഷന്റെ അകത്ത് ഞാൻ ഒരു സ്ട്രിംഗ് ഡിക്ലെയർ ചെയ്യാണ്, str is equal to sample string. ഒരു ഇന്റിജർ ഡിക്ലെയർ ചെയ്യാണ്, x is equal to 20. എന്നിട്ട് my return statement I am giving as return str, x. അതായത് this function returns 2 values, ഒരു സ്ട്രിങ്ങും ഒരു ഇന്റിജറും ഞാൻ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ഈ വാല്യൂസിനെ ക്യാച്ച് ചെയ്യാനുള്ള വേരിയബിൾസും എൻ്റെ ഫംഗ്ഷൻ കോളിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, എൻ്റെ ഫംഗ്ഷൻ ഞാൻ കോൾ ചെയ്യുമ്പോൾ എത്ര വാല്യൂസ് ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നോ അത്ര തന്നെ വേരിയബിൾസ് അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഉണ്ടായിരിക്കണം.
അപ്പോൾ മുമ്പത്തെ കേസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഇൻറ്റിജർ ആയിരുന്നു റിട്ടേൺ ചെയ്തിരുന്നത്, which is a plus b എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ആയിരുന്നു റിട്ടേൺ ചെയ്തിരുന്നത്. അതുകൊണ്ട് മുൻപത്തെ എക്സാമ്പിളിൽ we said res is equal to add of a, b. In this case നമുക്ക് രണ്ട് വാല്യൂസ് ആയിരിക്കും റിട്ടേൺ ആവുക, which means നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ രണ്ട് വേരിയബിൾസ് ഉണ്ടായിരിക്കണം. Otherwise we will have a syntax error. So ഈ ഫംഗ്ഷൻ ഞാൻ കോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ I've given a, b is equal to fun. ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ് ഒന്നും എടുക്കാത്തത് കൊണ്ട് ഞാൻ ആർഗ്യുമെന്റ്സ് ഒന്നും പാസ് ചെയ്യുന്നില്ല ഇവിടെ. ബട്ട് ബിക്കോസ് ദ ഫംഗ്ഷൻ റിട്ടേൺസ് ടു വാല്യൂസ് എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഞാൻ രണ്ട് വേരിയബിൾസ് വെച്ചിട്ടുണ്ട് a, b. which means that ഈ ഫംഗ്ഷൻ കോൾ ആവുമ്പോൾ str എന്ന് പറയുന്ന വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് എയിലേക്ക് അസൈൻ ആണ്. x എന്ന് പറയുന്ന വാല്യൂ റിട്ടേൺ ചെയ്യുമ്പോൾ that will be assigned to the variable b. അപ്പോൾ ഈ ഫംഗ്ഷൻ കോൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ the value of a will be sample string and the value of b will be x. So a is a string and b is an integer. ഇനി അത് കഴിഞ്ഞിട്ട് എൻ്റെ last statement is to print these values. So if I say the string is and the integer is format a, b. അപ്പോൾ a ന്റെ വാല്യൂ sample string എന്നാണ്, b ന്റെ വാല്യൂ 20 എന്നാണ്. So my output will say the string is sample string and the integer is 20. ഇങ്ങനെയായിരിക്കും നിങ്ങളൊരു ഫംഗ്ഷനിൽ നിന്ന് മൾട്ടിപ്പിൾ വാല്യൂസ് റിട്ടേൺ ചെയ്യുക. ഇപ്പോൾ ഈ എക്സാമ്പിളിൽ നമ്മൾ രണ്ട് വാല്യൂസ് മാത്രമേ റിട്ടേൺ ചെയ്യുന്നുള്ളൂ. ഇഫ് യു വാണ്ട് ടു റിട്ടേൺ മോർ ദാൻ 2 അതും നിങ്ങൾക്ക് പോസിബിൾ ആണ്. ഓൺലി തിങ് ടു റിമെമ്പർ ഇസ് ദാറ്റ് നിങ്ങൾ എത്ര വാല്യൂസ് ഫംഗ്ഷനിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്നോ അത്ര തന്നെ വേരിയബിൾസ് ആ ഫംഗ്ഷൻ കോളിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഉണ്ടായിരിക്കണം. ഇഫ് യു റിട്ടേണിംഗ് 5 വാല്യൂസ് നിങ്ങളുടെ ഫംഗ്ഷൻ നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ യു ഹാവ് ടു ഹാവ് 5 വേരിയബിൾസ്. അങ്ങനെയായിരിക്കും നിങ്ങൾ മൾട്ടിപ്പിൾ വാല്യൂസ് റിട്ടേൺ ചെയ്യുക. Another possibility is that നിങ്ങളുടെ ഫംഗ്ഷന്റെ അകത്ത് you may have multiple return statements. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള എക്സാമ്പിളിലെല്ലാം ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. But we can also have multiple return statements in our function. The catch over there is that നിങ്ങളുടെ ഫംഗ്ഷനിലെ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് മാത്രമേ at a time എക്സിക്യൂട്ട് ആവുള്ളൂ. നമ്മൾ പറഞ്ഞു once the function reaches a return statement നമ്മൾ എക്സിക്യൂഷൻ ടെർമിനേറ്റ് ചെയ്ത് ഫംഗ്ഷൻ കോളിലേക്ക് തിരിച്ചു പോവാണ്. which means that നിങ്ങളുടെ ഫംഗ്ഷനിൽ മൾട്ടിപ്പിൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരെണ്ണം മാത്രമായിരിക്കും എക്സിക്യൂട്ട് ആവുക. The rest of your code will be skipped. So if you add more than one return statement in a function, only one of them will be executed. നമ്മൾ മൾട്ടിപ്പിൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫംഗ്ഷന്റെ അകത്ത് if you have some kind of decision making structures അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലൂപ്പ് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു കേസ് വരികയാണെങ്കിൽ ഏതെങ്കിലും കണ്ടീഷന്റെ അകത്തുനിന്ന് ഒരു കണ്ടീഷൻ സെലക്ട് ചെയ്തിട്ട് ആ വാല്യൂ റിട്ടേൺ ചെയ്യാനായിട്ട് യു കെൻ യൂസ് മൾട്ടിപ്പിൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്സ്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഈ പ്രോഗ്രാം നോക്കുകയാണെങ്കിൽ 3 പാരാമീറ്റേഴ്സ് തമ്മിൽ അല്ലെങ്കിൽ 3 വാല്യൂസ് തമ്മിലുള്ള ഗ്രേറ്റസ്റ്റ് വാല്യൂ റിട്ടേൺ ചെയ്യാനുള്ള ഫംഗ്ഷനാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. സോ നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് അനുസരിച്ച് ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ട് വരിക. അതുകൊണ്ട് യു മേ ഹാവ് മൾട്ടിപ്പിൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്സ്, പക്ഷേ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും എക്സിക്യൂട്ട് ആവുക വിച്ച് വിൽ ബി ദ ഗ്രേറ്റർ വാല്യൂ. ആ ഗ്രേറ്റർ വാല്യൂ മാത്രമായിരിക്കും നമ്മൾ റിട്ടേൺ ചെയ്യുക. സോ ഈ ഫംഗ്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ I've given the keyword def, ഫംഗ്ഷൻ നെയിം കൊടുത്തിരിക്കുന്നു ഗ്രേറ്റസ്റ്റ് എന്ന് പറഞ്ഞ് 3 പാരാമീറ്റേഴ്സ് ഞാൻ എടുക്കുകയാണ് a, b, c. Alright, ഈ 3 വാല്യൂസ് ആയിരിക്കും ഞാൻ കമ്പയർ ചെയ്യുക. സോ ഇൻസൈഡ് മൈ ഫംഗ്ഷൻ ഞാൻ ഡോക് സ്ട്രിംഗ് കൊടുത്തിട്ടില്ല അതിൻ്റെ അകത്ത് ബിക്കോസ് ഇറ്റ് ഇസ് ഓപ്ഷണൽ. ഞാൻ ഫസ്റ്റ് കമ്പാരിസൺ നടത്തുന്നത് ഇങ്ങനെയാണ് if a is greater than b and a is greater than c. അതായത് ഈ 3 വാല്യൂസിൽ a ആണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് എങ്കിൽ റിട്ടേൺ a. That is my first condition. My second condition, else if b greater than c. അതായത് first condition false ആണ്. So I have to compare between b and c. b and c യിൽ if b is greater than c, it means that 3 വാല്യൂസിലും b ആയിരിക്കും ഗ്രേറ്റസ്റ്റ്. അങ്ങനെയാണെങ്കിൽ റിട്ടേൺ b. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ else conditionൽ I am saying return c. അതായത് a യും b യും അല്ല ഗ്രേറ്റസ്റ്റ് എന്നുണ്ടെങ്കിൽ that means c is my greatest value. In that case return c. സോ ഈ ഫംഗ്ഷന്റെ ലോജിക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതെങ്കിലും ഒരു കണ്ടീഷൻ മാത്രമേ അറ്റ് എ ടൈം ട്രൂ ആവുള്ളൂ. എൻ്റെയും ബിൻ്റെയും സിൻ്റെയും വാല്യൂ അനുസരിച്ച് ഏതെങ്കിലും ഒരു കണ്ടീഷൻ മാത്രമേ ട്രൂ ആയിരിക്കുള്ളൂ. വിച്ച് മീൻസ് ദാറ്റ് ഈ 3 റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്സിൽ ഏതെങ്കിലും ഒന്നേ എക്സിക്യൂട്ട് ആവുള്ളൂ ഡിപ്പെൻഡിങ് ഓൺ ദ വാല്യൂസ് വി പാസ്. സോ എൻ്റെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആദ്യം എയും ബിയും സിയും യൂസറിൻ്റെ നിന്ന് ഇൻപുട്ട് ചെയ്യാണ്. സോ ഐ എം ആസ്കിംഗ് ദ യൂസർ ഫോർ ഇൻപുട്ട്, എൻ്റർ ദ വാല്യൂ 1, എൻ്റർ വാല്യൂ 2, എൻ്റർ വാല്യൂ 3. അപ്പോൾ യൂസർ ഏതെങ്കിലും 3 ഇൻറ്റിജേഴ്സ് ഇൻപുട്ട് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഐ എം സെയിങ് res is equal to greatest of a, b, c. സോ നമുക്കറിയാം ഈ ഫംഗ്ഷൻ ഒരു വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ഇറ്റ് കെൻ ബി a, b or c. ഏതാണെങ്കിലും ഒരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക.
സോ അതിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫംഗ്ഷൻ കോളിൽ ഐ എം ഗിവിംഗ് RES ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ ഏത് വാല്യൂ ആണോ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ആ വാല്യൂ RESലേക്ക് അസൈൻഡ് ആവും. And then we're printing the greatest number is res or RES. So suppose my sample input is the value of A is 5, B is 8 and C is 2. 5, 8, 2 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂസ് ആണ് ഞാൻ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. B ആയിരിക്കും അതിലെ ഗ്രേറ്റസ്റ്റ് വരാം, which means the second condition will be true. L if B greater than C എന്ന് പറയുന്ന കണ്ടീഷൻ ആയിരിക്കും ട്രൂ ആയിട്ട് വരാം. So in that case I will be returning B from the function. So RES ന്റെ വാല്യൂ 8 ആയിരിക്കും and the output will say the greatest number is RES. അതുപോലെ എൻ്റെയും ബിൻ്റെയും വാല്യൂ എന്താണോ യൂസർ പാസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഏതെങ്കിലും ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക.